എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഇപ്പൊ ടെമരിയെ കാണിക്കുന്നു. അവളിപ്പോ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ ഒരുപാട് ദൂരം ഓടി ഇപ്പൊ മുൻപോട്ട് നോക്കുമ്പോ അവളുടെ തൊട്ട് മുൻപിലായിട്ട് ഇപ്പൊ കങ്കൂറ റെഡി ആയിട്ടിരിക്കുന്ന കാണും. കങ്കൂറ ചോദിക്കും, നിങ്ങളെന്താ ഇത്രയും ലേറ്റ് ആയേ? അതിന് ടെമരി അവള് പറയും, നീ മണ്ടത്തരം പറയരുത്, ഞങ്ങൾ ഇത്രയും നേരം ബോർഡറിൽ കാത്തു നിൽക്കുമായിരുന്നു. കങ്കൂറ ടെൻഷനായിട്ട് ഇപ്പൊ എല്ലാവരും എത്തി, നമുക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടണമെന്ന് പറയുമ്പോ അതിന് മത്സുരി പറയും, ഓക്കെ സാർ. അതേ സമയത്ത് അവിടേക്ക് ആ ഒരു അപ്പാപ്പനും കൂടെ കങ്കൂറയുടെ തൊട്ടടുത്തേക്ക് വരും. ഇവിടെ സാക്കുറ അവള് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ സാസുരി ആവട്ടെ അവന്റെ പപ്പടിന്റെ തലയിലൂടെ ഒരുപാട് ബുള്ളറ്റ്സ് വീണ്ടും അവൾക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ നമ്മുടെ പെങ്കൊച്ച് അവള് മരണമാസാണ്. അവൾ അതിൽ നിന്നും ഇപ്പൊ എസ്കേപ്പ് ആവുമ്പോ സാസുരിയുടെ ടെൻഷൻ അത് കൂടി കൂടി വരും. അപ്പോഴാണ് വില്ലന് മനസ്സിലാവുക ആ ഒരു ഗ്രാൻമയാണ് ഇപ്പൊ സാക്കുറയെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല അവന്റെ ആ ഒരു ടെയില് അതെങ്ങനെ തകർന്നുവെന്ന് അവൻ ഇപ്പൊ പിടികിട്ടും. സാക്കുറ അവളുടെ ചക്ര ത്രെഡ് വെച്ച് അതിനെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിന്റെ ബ്രെയിൻ അത് റോക്കറ്റാണ്. മാത്രമല്ല ഫൈറ്റിന്റെ സ്റ്റാർട്ടിങ്ങില് എന്റെ ഗ്രാൻമ ഉപയോഗിച്ച ആ ഒരു ഗെഞ്ചിപ്സു കത്തികള് അതും ചക്ര ത്രെഡ് വഴിയാണെന്ന്, അതും നിങ്ങള് ചക്ര ത്രെഡ് മൂലമാണ് ചെയ്തതെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായിരുന്നു. അതിന് ഗ്രാൻമ പറയും, നീ എന്റെ പേരക്കുട്ടി തന്നെ, കാരണം എന്റെ എല്ലാ തന്ത്രങ്ങളും നീ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. സാക്കുര ആവട്ടെ അത് കേട്ട് പേടിച്ചു വിറയ്ക്കുമ്പോ ഇവിടെ സാസുരി പറയും, എനിക്കറിയാം എന്നെ തടയാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. കാരണം എന്നെ ഒരു പപ്പഡ് മാസ്റ്റർ ആക്കി മാറ്റിയത് അത് നിങ്ങളാണ്. എന്റെ മാസ്റ്റർ അത് നീയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്റെ മുൻപില് അധികം സമയമില്ല എന്ന് പറഞ്ഞ് അവനാവട്ടെ അവന്റെ ഡ്രസ്സ് അത് വലിച്ചു കീറാൻ തുടങ്ങും. സാക്കുറയും ഗ്രാൻമ ആവട്ടെ അതുകൊണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ സാക്കുറ ചോദിക്കും, ഇതാണോ നിങ്ങളുടെ പേരക്കുട്ടി സാക്ഷാൽ സാസുരി? പക്ഷെ ഗ്രാൻമ ആള് തരിച്ചു നിൽക്കുകയാണ്. അവനവന്റെ ഡ്രസ്സ് അത് പതിയെ പതിയെ ഇപ്പൊ റിമൂവ് ചെയ്യും. ആ സമയത്ത് ഇപ്പൊ ഗ്രാൻമയുടെ കണ്ണ് അത് തള്ളി തള്ളി വരുമ്പോഴായിരിക്കും നമ്മുടെ സാസുരിയെ കാണിക്കുക. അവൻ ഇപ്പോഴും വളരെ യങ്ങായിട്ട് നിൽക്കുകയാണ്. കഷ്ടിച്ച് നമ്മുടെ നറൂട്ടോയുടെ പ്രായം പോലും അവൻ ഇപ്പോഴും ഇല്ല. സാക്കുറ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഇവനാണോ 20 വർഷങ്ങൾക്ക് മുൻപ് നിന്നെ വിട്ടിട്ട് പോയ നിന്റെ പേരമകൻ? ഇവൻ ഇപ്പോഴും അതേ കോലത്തിൽ തന്നെയാണല്ലോ ചോദിക്കുമ്പോ ഇവിടെ ഗ്രാൻമയ്ക്ക് അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കട്ട് ചെയ്താ ഇപ്പൊ ദേതുറ കാക്കാഷിയെയും നറൂട്ടോ കുട്ടപ്പനെയും വട്ടം കറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷി കേക്കും ആ ഒരു ഗുഹയ്ക്കുള്ളില് ഇപ്പൊ വലിയ ബാറ്റിൽ നടക്കുന്നതായിട്ട്. പക്ഷെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ദേതുറ ആവട്ടെ എങ്ങനെയെങ്കിലും കാക്കാഷിയുടെ ശ്രദ്ധ തെറ്റിച്ച് നറൂട്ടോ കുട്ടപ്പനെ അടിച്ചോണ്ട് പോകാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അത് കാണുമ്പോ തന്നെ ഇപ്പൊ ദേതുറയ്ക്ക് മനസ്സിലാവും, ഇനിയും മുൻപോട്ട് പറന്നില്ലെങ്കിൽ നറൂട്ടോ കുട്ടപ്പനെ സ്വന്തമാക്കാൻ കഴിയില്ല. അവൻ മുമ്പോട്ട് പറക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. കാക്കാഷി വിളിച്ചു പോവും, നറൂട്ടോ നീ അവന്റെ പിന്നാലെ പോവരുത്. അതിന് നറൂട്ടോ, ഇല്ല ഇല്ല കുഴപ്പമില്ല, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. മാസ്റ്റർ എത്രയും പെട്ടെന്ന് ഇപ്പൊ സാക്കുറയുടെ അടുത്തേക്ക് പോവാൻ പറയുമ്പോ കാക്കാഷിക്ക് മനസ്സിലാവും, ദേതുറ അവൻ കുട്ടപ്പന്റെ ഉള്ളിലെ ആ ഒരു മോൺസ്റ്ററിനെയാണ് ഇപ്പൊ കണ്ണു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാ തീർച്ചയായിട്ടും കുട്ടപ്പനെയും എനിക്ക് തിരികെ കിട്ടില്ല. കാക്കാഷി ഉടനെ ഇപ്പൊ ഹെഡ്സെറ്റ് എടുത്ത് മൈഗയെ വിളിക്കാൻ തുടങ്ങും. മൈഗൈ നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് നിന്റെ സഹായം അത് എത്രയും പെട്ടെന്ന് വേണം. അതിന് മൈഗൈ പറയും, ഞാനിവിടെ ഭയങ്കര ബിസിയാണ്, എനിക്കിപ്പോ അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല. മൈഗൈ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ ഇവിടെ നെജിയും ടെൻടണും ലീയും അവരും അവരുടെ ഓപ്പണൻസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കാക്കാഷി ആളാകെ ഡൗണായി ഇപ്പൊ സാക്കുറയോടും ഗ്രാൻമയോടും മാപ്പ് ചോദിക്കും. എനിക്ക് വേറെ ഒരു വഴിയില്ല, കുട്ടപ്പൻ അവന്റെ ജീവൻ എനിക്ക് രക്ഷിച്ചേ മതിയാവൂന്ന് പറഞ്ഞ് കാക്കാഷി ആവട്ടെ കുട്ടപ്പന്റെ പിന്നാലെ തന്നെ ഓടാൻ തുടങ്ങും. ഇവിടെ ദേതുറ പഠിച്ച പണി 18 എടുത്ത് എങ്ങനെയെങ്കിലും കുട്ടപ്പനെ സ്വന്തമാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ക്ലേ എടുത്ത് അടുത്ത ട്രാപ്പ് റെഡിയാക്കുമ്പോ അതേ സമയത്ത് ഇവിടെ ടമരിയും കൂട്ടരും ആവട്ടെ ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് കുറെ മുമ്പോട്ട് ഓടുമ്പോ ഇപ്പൊ കങ്കൂറ അവൻ പറയും, സ്റ്റോപ്പ്, ഒരു 2 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. അതിന് ടമരി പറയും, നമുക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് ഗാറയെ രക്ഷിക്കണം. അത് കേട്ട് കങ്കൂറ അവളോട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയുമ്പോഴായിരിക്കും ഒരുപാട് പേര് തളർന്നു കിടക്കുന്നത് അവള് കാണുക. അതിന് കങ്കൂറ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ മാസ്റ്ററിനെയാണ് ഇപ്പൊ കാണാതായിരിക്കുന്നത്. നിങ്ങൾക്ക് ഗാറയോട് ലെവലേശം പോലും സ്നേഹമില്ലേ? അത് കേട്ട് കങ്കൂറ പറയും, അവര് ഒരിക്കലും വഴക്കു പറയരുത്, അവര് നമ്മളെ പോലെയല്ല, നമ്മുടെ അത്രയും പവർ അവർക്കില്ല. അതുകൊണ്ട് തന്നെ
അവർ റെസ്റ്റ് എടുക്കട്ടെ. അതിന് മട്സുരി റെസ്റ്റ് വേണ്ടവർക്ക് തിരികെ ഗ്രാമത്തിലേക്ക് പോവാം. നമുക്ക് സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ഗാറെ രക്ഷിച്ചേ മതിയാവൂ. അതിന് ഗ്രാൻഡ്പ പറയും, എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം നമുക്ക് ആവശ്യം റെസ്റ്റാണ്. എങ്കിലും മാത്രമേ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമുക്കും ഗാറയുടെ അതേ അവസ്ഥ തന്നെ ആകുമെന്ന് ഇപ്പൊ അപ്പൂപ്പൻ പറയും. നമ്മൾ ഓൾറെഡി അവരുടെ ടെറിട്ടറിയിലെത്തി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഞാൻ പഴയ കുറച്ച് കഥകൾ കൂടെ പറഞ്ഞു തരാം. തേർഡ് കസികക്കിന്റെ നല്ല അടിപൊളി കഥകൾ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാമായിരിക്കും. തേർഡ് കസികക്കാണ് വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കസികക്ക്. പക്ഷെ അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ, ആരാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് എന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. സോ അദ്ദേഹം പോയതുകൊണ്ട് തന്നെ ഗ്രാമത്തില് പിന്നീട് ഒരുപാട് യുദ്ധങ്ങളുണ്ടായി. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിച്ചിരുന്നെങ്കിൽ അന്ന് അത്തരത്തിലൊരു യുദ്ധം അതൊരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇനിയും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കരുതിയിരിക്കണം. അതിന് മട്സുരി ചോദിക്കും, എന്നിട്ട് ആ ഹൊക്കാഗെ കുറിച്ച് ആരും അന്വേഷിച്ചില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പോലും ആർക്കും കിട്ടിയില്ലേ? അപ്പൂപ്പൻ പറയും, അൻപു ബ്ലാക്ക് ഓപ്സ് പോലും അദ്ദേഹത്തെ തേടി ഒരുപാട് നടന്നു. അവരൊരുപാട് അലഞ്ഞതല്ലാതെ അവർക്ക് ഹൊക്കാഗയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. കട്ട് ചെയ്താ ഇപ്പൊ സാസുരയെ കണ്ട് സാക്കുറയും അമ്മൂമ്മയാവട്ടെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. സാസുരി ചോദിക്കും, എന്നെ കണ്ട അത്ഭുതം അത് ഇതുവരെ തീർന്നില്ലേ? 20 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് നിങ്ങളെ കണ്ട് യാതൊരു ആശ്ചര്യവും തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് മറ്റൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനൊരു സ്ക്രോള് അത് മെല്ലെ പുറത്തേക്കെടുക്കും. അത് മെല്ലെ പുറത്തേക്കെടുത്ത് ഇപ്പൊ എന്തോ ഒന്ന് കാണിക്കാനായിട്ട് ആരംഭിക്കും. പെട്ടെന്ന് വലിയൊരു പുക വന്ന് മൂടി അവിടേക്ക് ഒരു പപ്പട് വരും. അതിനെ കണ്ട് ഇപ്പൊ അമ്മൂമ്മയാവട്ടെ ഷോക്കായിട്ട് നിൽക്കും. അമ്മൂമ്മ പറയും, ഇത് തേർഡ് കസികക്കല്ലേ? സാക്കുറയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ വണ്ടറടിച്ച് ഇപ്പൊ നോക്കി നിൽക്കും. സാക്കുറ വണ്ടറടിച്ച്, തേർഡ് കസികക്കോ? ഈ ലോകത്ത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള തേർഡ് കസികക്ക് ആളെങ്ങനെ ഇവന്റെ അടുത്ത് വന്നു ചോദിക്കുമ്പോ അതിനവൻ പറയും, ആ ഒരു തേർഡ് കസികക്ക് അത് ഞാൻ തന്നെയാണ്. സാസുരി പറയും, നിന്നെപ്പോലെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരമ്മാമ്മയുടെ മുൻപിൽ ഞാൻ പേടിച്ചു പോവില്ല. ഒരടി നീ മുമ്പോട്ട് എടുത്തു വെച്ചാല് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തട്ടിക്കളയും. അവന്റെ ചിരിയും സംസാരവും കേട്ട് ഇപ്പൊ ഗ്രാൻമ പറയും, നീ ഇപ്പൊ ചെന്ന് പെട്ടിരിക്കുന്നത് അത് വളരെ വലിയ ആപത്തിലാണ്. ഒരിക്കൽ നീ പൊറുക്കാൻ പറ്റാത്ത വലിയൊരു തെറ്റ് ചെയ്തു. ഇപ്പൊ വീണ്ടും അതേ തെറ്റുകൾ തന്നെയാണ് നീ ആവർത്തിക്കുന്നത്. അത് കേട്ട് സാക്കുറ ചോദിക്കും, അവൻ ചെയ്ത പൊറുക്കാൻ പറ്റാത്ത ആ ഒരു തെറ്റ് അതെന്താണ്? അതിന് ഗ്രാൻമ പറയും, ഫോർത്ത് ഹൊക്കാഗെ കൊന്നത് അത് ഒറോച്ചിമാറു ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ തന്നെ ഇവനും ഉണ്ടായിരുന്നു. ഇവനാണ് അതിനുള്ള ഹിന്റ് കൊടുത്തതെന്ന് പറയുമ്പോ ഇപ്പൊ സാക്കുറ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. അത് കേട്ട് സാസുരി പറയും, അയ്യോ ഇല്ലില്ല, ഫോർത്ത് ഹൊക്കാഗയുടെ മരണമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീ പറഞ്ഞത് ശരിയാണ്, ഞാനും ഒറോച്ചിമാറും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അത് കേട്ട് സാക്കുറ അവള് പേടിച്ചു നിൽക്കും. അവക്ക് മനസ്സിലാവും ഇവൻ ഒറോച്ചിമാറുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന്. അവള് പറയും, എനിക്ക് നിന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒറോച്ചിമാറു. അവനെക്കുറിച്ച് നീ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. അത് കേട്ടവൻ ചിരിക്കും. അവൻ പറയും, നിങ്ങൾ രണ്ടുപേരെയും കൊന്ന് ആ ഒരു കുട്ടപ്പനെ, അവന്റെ 9 ടൈൽ ഫോക്സിന്റെ പവർ അതെടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ രണ്ടുപേരെയും തട്ടിക്കളഞ്ഞ് ഞാൻ അവനെ പിടിക്കാൻ പോവാണ്. സാസുരി കൂളായിട്ട് ഇപ്പൊ തേർഡ് കസികക്കിനെ തൂക്കിയെടുത്ത് സാക്കുറെ അടിക്കാനായിട്ട് ഇപ്പൊ ഓട്ടി വരികയാണ്. അത് കണ്ട ഗ്രാൻമ ആവട്ടെ ചക്ര ത്രെഡ് വെച്ച് ഇപ്പൊ സാക്കുറെ അവിടുന്ന് വലിച്ചു തെറിപ്പിക്കും. സാസുരി അടങ്ങില്ല. അവന്റെ ടെയില് വെച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഗ്രാൻമ ഇടയിലേക്ക് ചാടി വീണ് അവന്റെ ടെയില് അത് വീണ്ടും അടിച്ചൊടിച്ചു കളയും. സാസുരി ഒട്ടനെ ഇപ്പൊ വലിയൊരു ജിപ്സ് എടുക്കുമ്പോ ഒരുപാട് കൈകള് പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ കൈകളെല്ലാം തന്നെ ഇപ്പൊ പുറത്തേക്ക് വന്ന് സാക്കുറ അങ്ങനെ തന്നെ മണ്ണോട് ചേർത്ത് ഒരൊറ്റ ഇട്ടി കൊടുക്കും. പക്ഷെ സാക്കുറ അവള് ലീഫ് വില്ലേജിലെ ഒരു അടിപൊളി ഷിനോബിയാണ്. അവള് വെട്ടിത്തിരിഞ്ഞ് ഇപ്പൊ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുമ്പോ സാസുരിക്ക് മനസ്സിലാവും ഇവളെ തീർച്ചയായിട്ടും ഗ്രാൻമ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ഗ്രാൻമയുടെ കഥ കഴിക്കണം, എന്നിട്ട് അവളെ കൊല്ലാന്ന് പറഞ്ഞ് അവൻ പോയിസൺ എടുക്കുന്ന അതേ സമയത്ത് ഇപ്പൊ സാക്കുറ ആവട്ടെ ഗ്രാൻമയെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അവൻ പോയിസൺ ഗ്യാസ് അത് റിലീസ് ചെയ്യുമ്പോ ഗ്രാൻമ വിളിച്ചു കാറും, സാക്കുറ വാപൊത്ത്, നീ ശ്വാസം എടുത്താ തീർച്ചയായിട്ടും
വിഷപ്പുക അടിച്ച് നീ മരിച്ചു പോകുമെന്ന് ഇപ്പൊ ഗ്രാൻഡ്മ വിളിച്ചു കൂവുന്നതോട് കൂടെ